ഇത്താത്തമാര് ഒക്കെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ മറച്ചു വെച്ചത്. പലവരെയും ഫേസ് ചെയ്യാൻ മടിയാവും. എൻ്റെ ഫാമിലി സ്റ്റക്കായി പോകുന്ന എനിക്കറിയാം. ാണ് ആഷിക്ക് ബെറ്റർ ലൈഫ് ഉണ്ട്. ആഷിക്ക് എന്നെ ഞാൻ എന്താണെന്ന് ആഷിക്ക് നന്നായിട്ട് അറിയാം. ആഷിക്ക് ഞാൻ പിടിച്ചു വെക്കുന്ന ഒരു ആവശ്യമില്ല. ഇപ്പം ഏതെങ്കിലും കറക്റ്റ് കാസ്റ്റിൽ തന്നെയാണോ നിൽക്കുന്നത്, അതോ കാസ്റ്റ് ഒന്നും വേണ്ട എന്നുള്ളൊരു രീതിയിലാണോ ഇപ്പം നിൽക്കുന്നത്? കാസ്റ്റ് ഞാൻ ഇപ്പോഴും മുസ്ലിം ആയിട്ട് തന്നെ. ആഷി ജാസി ഇട്ടിട്ട് പോകും. ഇട്ടിട്ട് പോവാണെങ്കിൽ എന്നോ പോകണം ആഷി. കാരണം ഇതിനു മുമ്പ് കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് അകന്ന് വീണ്ടും ഞങ്ങൾ ജോയിൻ ആയ വ്യക്തികൾ. അപ്പം ഞങ്ങളെ സ്നേഹം അത്രത്തോളം ഉണ്ട്. ഉമ്മാക്ക് ഇപ്പോഴും എന്തിനും പെണ്ണുങ്ങളെ പുറത്ത് വീഡിയോസ് ചെയ്യുന്ന ആൺകുട്ടികളെ പുറത്ത് വീഡിയോസ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുമായിരുന്നു. അംഗീകരണം ഇപ്പോഴും ഇല്ല. ലൈക്ക് എപ്പോഴും ഒരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു തോന്നലാണ്. ഉമ്മാക്ക് ഇപ്പോഴും ഞാനൊരു എൻ്റെ മോനാണ് എന്ന് പറയുന്നതാണ് ഇപ്പോഴും ഉമ്മാക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഉമ്മാൻ്റെ മോളെന്നൊക്കെ കൂടുതൽ ഉപരി എന്നെ ഇപ്പോഴും ഒരു മകനായിട്ട് തന്നെയാണ് ഉമ്മ കാണുന്നത്. ചാന്തുപൊട്ട്, കുണ്ടൻ, 9 കോൽക്കളിയാണോ, നിങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ, അതൊക്കെ പറയുമ്പോൾ വിഷമം തോന്നും. എല്ലാവർക്കും കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. ഇവൻ എനിക്കും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. കൂടുതൽ ആൾക്കാരിലേക്ക് എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ്. വീട്ടുകാരെ കാണാണ്ട് തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്യാറ്. പിന്നെ അന്നും മുതലേ മേക്കപ്പിനോടും അതേപോലെ പെൺകുട്ടികളുടെ വസ്ത്രങ്ങള്, ആഭരണങ്ങള്, അതൊക്കെ തന്നെയായിരുന്നു ഇഷ്ടം. അപ്പോൾ വീട്ടിലെ ഉമ്മ കാണാണ്ടൊക്കെ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യും. ഇത്താത്തന്മാരെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് യൂസ് ചെയ്യും, കൺമഷി എഴുതും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. സർജറി ചെയ്യണം, പെട്ടെന്നൊരു സർജറി എടുത്ത് ചാടിയിട്ട് സർജറി ചെയ്യണം എന്ന് തോന്നുന്നില്ല. അപ്പൊ ഇത് ഉമ്മായും വാപ്പായും എപ്പോഴും കണ്ടപ്പോ അതിനു മുമ്പേ ആഷിന്റെ കൂടെ ഉണ്ട്. അതിന് മുമ്പേ ഞങ്ങൾക്ക് അറിയാം, ഒരുമിച്ച് ജീവിക്കാനുള്ള പ്ലാൻ തന്നെ ആയിരുന്നു. പക്ഷെ പറയാൻ പേടിയായിരുന്നു. ഞാൻ ഇനി മാറുകയാണ്, എനിക്ക് ഞാനായിട്ട് ജീവിക്കണം. ആഷിക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്തരത്ത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണ്ട? ഇല്ല, എന്നെക്കാട്ടിയും 1 വയസ്സ് കുറവാണ് ആഷിക്ക്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ജസീത്ത, എന്തൊക്കെയുണ്ട് വിശേഷം? ഫസ്റ്റിൽ തന്നെ പറയാണ്, സാരിയിൽ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. സുഖമായിട്ടിരിക്കുന്നു, നല്ല വിശേഷങ്ങളാണ്. പിന്നെ എൻ്റെ ഇടയ്ക്ക് പ്രൊമോഷനും മൂവിയുടെ ഇതും ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ലൈഫിലേക്ക് വന്നതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഈ ലൈഫിലേക്ക് വന്നതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് കമ്മൗട്ടായി വരണം എന്ന് തോന്നിയതുകൊണ്ട് വന്നതാണ്. അതായത് ഞാൻ കുറേയൊക്കെ എനിക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ഞാൻ എവിടെയോ ജീവിച്ച് പോയ ഒരാളായി പോകില്ലേ. അതെ, എന്നോട് ഞാൻ ചെയ്യുന്ന ഒരു വലിയ വഞ്ചനയായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കമ്മൗട്ട് ചെയ്തിട്ട് വന്നത്. അപ്പം ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റിൽ. പിന്നെ ലൈഫിൽ എല്ലാവർക്കും കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. ഇവൻ എനിക്കും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നമ്മളെ ഉള്ളിലും മാത്രം ഒതുങ്ങി. അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ആഷിനോട് പറയും, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടെങ്കിൽ അവരോട് പറയും. അല്ലാണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ്. ആണല്ലേ? ജാസീത്തയുടെ ഈ ഒരു മാറ്റം വീട്ടിലറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? വീട്ടിലറിഞ്ഞ സമയത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈവൻ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ കാരണം ഇനിയും എനിക്ക് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ അതൊരു ജീവിതം ഇല്ലാണ്ടായി പോകും. ഞാൻ എന്നോട് കാണിക്കുന്ന വലിയൊരു വഞ്ചനയായി പോകും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉമ്മാക്ക് ഇപ്പോഴും ഞാനൊരു
എൻ്റെ മോനാണ് എന്ന് പറയുന്നതാണ് ഇപ്പോഴും ഉമ്മാക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഉമ്മാൻ്റെ മോളെന്നൊക്കെ കൂടുതൽ ഉപരി എന്നെ ഇപ്പോഴും ഒരു മകനായിട്ട് തന്നെയാണ് ഉമ്മ കാണുന്നത്. വാപ്പാക്ക് എങ്ങനെയായിരുന്നു? ഒരു വീട്ടില് സാധാരണ വാപ്പമാരാണല്ലോ ഏറ്റവും കൂടുതൽ ഒരു മോനെ ഒരു പെണ്ണിലേക്ക് വരുമ്പോൾ എൻ്റെ ഉപ്പ വളരെ പാവ മനുഷ്യനാണ്, വളരെ സാധുവായിരുന്നു. പിന്നെ അവർക്കൊക്കെ അറിയുണ്ടാവും ചെറുപ്പം മുതലേ. ലൈക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുന്ന വ്യക്തിയാണ് സ്ത്രീകൾ. പുരുഷന്മാരാകുമ്പോൾ അഫ്കോഴ്സ് അവർ സോഷ്യലായിട്ട് ഒരുപാട് ഇടപെടുന്ന ആളാണ്. അപ്പോൾ അഫ്കോഴ്സ് എൻ്റെ ഉപ്പാണ്ടൊക്കെ അന്ന് ഉപ്പാൻ്റെ ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ ഉപ്പാൻ്റെ അറിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്താ നിൻ്റെ മകൻ ഇങ്ങനെ പെൺകുട്ടികളെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് വരെ എന്നോട് അങ്ങനെ വന്ന് ചോദിച്ച ഒരു പ്രശ്നമാക്കുക അല്ലെങ്കിൽ എന്നെ തല്ലേ വഴക്ക് പോടുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഉപ്പ. പൊതുവെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമ്മളിങ്ങനെ വേറെയൊക്കെ പോകുമ്പോഴത്തേക്കിന് ഒരുപാട് ജാതിപരമായിട്ടും മതപരമായിട്ടൊക്കെ കുറെ കാര്യങ്ങൾ വരുമല്ലോ. പള്ളിയിൽ നിന്നൊക്കെ നമ്മുടെ വീട്ടുകാരെയൊക്കെ പുറത്താക്കും എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അല്ലാണ്ട് പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയിൽ നിന്ന് പെൺകുട്ടിയിലേക്ക് മാറുമ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അറിയാലോ, കുറച്ചും കൂടെ ഒരു മതപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് വളരെ തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഭയങ്കര ടിപ്പിക്കലായിട്ടുള്ളൊരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് മലപ്പുറത്ത്. എൻ്റെ നാട്ടിൻപുറത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്താ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്മെൻ അല്ലെങ്കിൽ മറ്റുള്ള ജെൻഡർ അതിനെക്കുറിച്ചൊന്നും അധികം അറിയാത്ത കുറേ ആൾക്കാരാണ്. ഇപ്പോഴത്തെ തലമുറയത്തെ ആൾക്കാർ കുറച്ചും കൂടെ ഒക്കെ അറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും പഴയ ആൾക്കാർ ഇപ്പോഴും എന്താണ് അതെന്താ അങ്ങനെ എന്നുള്ളൊരു തോന്നലുള്ള ആൾക്കാരാണ് ഇപ്പോഴും. അതുകൊണ്ട് ഭയങ്കര സ്ട്രഗിളാണ് ഇപ്പോഴും, സ്റ്റിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഇത് ഏതെങ്കിലും കറക്റ്റ് കാസ്റ്റിൽ തന്നെയാണോ നിൽക്കുന്നത്, അതോ കാസ്റ്റ് ഒന്നും വേണ്ട എന്നുള്ളൊരു രീതിയിലാണോ ഇപ്പം നിൽക്കുന്നത്? അല്ല, കാസ്റ്റ് ഞാൻ ഇപ്പോഴും മുസ്ലിം ആയിട്ട് തന്നെ, കാസ്റ്റ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം സിബ്ലിങ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ മാറി? എൻ്റെ ഇത്താത്തമാർ ഒക്കെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ മറച്ചു വെച്ചത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം ഒരു നല്ല രീതിയിൽ സെറ്റിലും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തത്. അതൊരു എത്രാമത്തെ വയസ്സിലായിരുന്നു? വളരെ റീസെൻ്റ്ലി ഞാൻ അതിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തത്. അതിന് മുമ്പൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു ലൈക്ക് പക്ക അങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയിലായിട്ട് ഇപ്പോൾ വളരെ റീസെൻ്റ്ലി ആയിട്ടുള്ളൂ. അതിന് മുമ്പൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു പറയുമായിരുന്നു എന്തിനും ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്, എന്തിനും പെണ്ണുങ്ങളെ പുറത്ത് വീഡിയോസ് ചെയ്യുന്നത്, ആൺകുട്ടികളെ പുറത്ത് വീഡിയോസ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുമായിരുന്നു ആൾക്കാർ. പക്ഷെ ഇപ്പോഴാണ് വളരെ റീസെൻ്റ്ലി ആയിട്ടാണ് ഞാൻ കമൗട്ട് ചെയ്ത് വന്നത്. ഇപ്പോഴും ഇത്താടെയൊക്കെ വീട്ടുകാരായിട്ട് ബന്ധമുണ്ടോ? അതോ സിബ്ലിങ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുമോ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ പോവോ? അതൊക്കെ ഉണ്ട്. ഇത്താത്തമാരുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും പോകാൻ ഹസ്ബൻഡിനൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ, അവരുടെ വീട്ടുകാർക്കൊന്നും? ഇല്ല, അങ്ങനെ വലിയ പ്രശ്നം ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും സ്റ്റിൽ അവരുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോവാറുണ്ട് വീട്ടിൽ. കുട്ടികളൊക്കെ കാണാൻ ഇഷ്ടമാണ് എനിക്ക്, അവരുടെ കുട്ടികളെ കാണാനൊക്കെ പോവും. വീട്ടിലാണെങ്കിലും അവർ വരും, താമസിക്കും, ഞാൻ അങ്ങോട്ട് പോയി താമസിക്കാം ഒക്കെ ഉണ്ട്. ഒന്നും കുഴപ്പമുള്ള കാര്യം. ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് ഇരുന്നത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരുന്നു ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ? അതെ, കാരണം എനിക്ക് എൻ്റെ വീട്ടുകാരെ ഒരു നിലയ്ക്ക് എത്തിക്കണം എന്നൊരു തോന്നലുണ്ട്. അതിന് മുമ്പ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും. പിന്നെ എനിക്ക് പലവരെയും ഫേസ് ചെയ്യാൻ മടിയാവും. എൻ്റെ ഫാമിലി സ്റ്റക്കായി പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പിന്നെ റിവീൽ ചെയ്യാണ്ട് നിന്നത്. പിന്നെ എല്ലാവരും ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ റിവീലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ ആ വീട്ടിലെ ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ അതായത് ഞാൻ ഇനി മാറുകയാണ്, എനിക്ക് ഞാനായിട്ട് ജീവിക്കണം, ഞാൻ പെണ്ണായിട്ട് നടക്കുകയാണ്, ഇനി എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പം വീട്ടുകാർ പറഞ്ഞു പറ്റത്തില്ല, നമ്മുടെ കുടുംബത്തിന് അപമാനമാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരും, പള്ളിയിൽ പ്രശ്നമാവും എന്നൊക്കെ ഒരു ഇത് വന്നായിരുന്നു? അങ്ങനെയൊക്കെ പറഞ്ഞു? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ലൈക്ക് ഇപ്പോഴും അംഗീകരണം ഇപ്പോഴും ഇല്ല. ലൈക്ക് ഇപ്പോഴും ഒരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു തോന്നലാണ് പിന്നെ ഇതിൽ കമ്മോട്ട് ചെയ്ത് വരാൻ കാരണം. ഫസ്റ്റ് ആഷിക ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്ത് മാറ്റമൊക്കെയാണ് ഈ തൈലുണ്ടായത്? ആ ഒരു പഴയ നമുക്ക് ഡിപ്രഷനൊക്കെ ആ ഒരു ടൈമിൽ വരുമല്ലോ, കാരണം വീട്ടുകാരില്ല, നമ്മൾ കല്യാണം കഴിച്ചൊരു കുട്ടി പോയി, നമ്മൾ കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ വിഷമം വന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഇരുന്നപ്പോഴാണോ ആഷിക ലൈഫിലേക്ക് വന്നത്? അല്ല, അതിന് മുമ്പേ ആഷിൻ്റെ കൂടെ ഉണ്ട്. ലൈക്ക് നല്ലൊരു ഫ്രണ്ടായിട്ടും ഒരു നല്ലൊരു സപ്പോർട്ടറായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ തമ്മിൽ ഓക്കെ ഒരുമിച്ച് ജീവിച്ച്. അതിന് മുമ്പ് ഞങ്ങൾക്ക് അറിയാം ഒരുമിച്ച് ജീവിക്കാനുള്ള പ്ലാൻ തന്നെ ആയിരുന്നു. പക്ഷെ പറയാൻ പേടിയായിരുന്നു. ഇപ്പോഴാണ് അത് കമൗട്ട് ചെയ്ത് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, രണ്ടാളും അടിപൊളിയായിട്ട് പോകുന്നു. ഒരു 100 വർഷം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ആഷി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിട്ട്
ആരാണ് ആദ്യമായിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞത്? ആദ്യമായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നു. അതുവരെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ രണ്ടുപേരും ഒരേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്, ഒരേ പാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് ഇഷ്ടം പറഞ്ഞത്. അപ്പോൾ അവനും ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഫൈൻ. അപ്പോൾ അവരും. ഏതൊരു പോയിന്റിലാണ് അങ്ങനെ എനിക്ക് ആശി ഇഷ്ടമാണെന്നുള്ളൊരു തോന്നൽ വന്നത്? എൻ്റെ ഒരു പീക്ക് സിറ്റുവേഷനിൽ എൻ്റെ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് നിന്നത് ആശയായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റുള്ള എല്ലാവരും എനിക്കാട്ടും കൂടുതൽ എനിക്ക് എൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നതും, എനിക്ക് ഓരോ കാര്യങ്ങൾ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി ആ ഒരു പോയിന്റ് ഓഫ് ഇതിൽ എനിക്ക് കിട്ടി. ഓക്കെ എന്നാൽ ഇയാൾ തന്നെ ആയിക്കോട്ടെ നമ്മളെ ലൈഫ് പാർട്ട്ണർ എന്നൊരു തോട്ട് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു. ആശി ആദ്യമേ മാരേജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ആശി കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇല്ല. ആശി ഇത്തായിക്കാട്ടിലും ഇളയതാണോ? എന്നെക്കാട്ടിയും 1 വയസ്സ് കുറവാണ് ആഷിക്ക്. ആണല്ലേ? നിങ്ങളുടെ ലവ് സ്റ്റോറി സത്യം പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ആഷി ലൈക്ക് എൻ്റെ വീട്ടിൻ്റെ എൻ്റെ ഒരു മലപ്പുറമാണ്, കുറ്റിപ്പുറം. നമ്മുടെ ഫുട്ബോളിനൊക്കെ പേര് കേട്ടത് മലപ്പുറത്താണല്ലോ. അപ്പോൾ ഫുട്ബോളിൽ ആഷി നല്ല ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ അന്നൊക്കെ ഈ നല്ല കളിക്കുന്ന ആൾക്കാരെ നമ്മൾ ഓരോ ടീമിലേക്ക് കൊണ്ടുവരും. അപ്പം അങ്ങനെ ആഷി മലപ്പുറത്തേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്നായിരുന്നു അവർ താമസിച്ചതൊക്കെ ഞങ്ങളുടെ അടുത്ത്. അപ്പം അങ്ങനെ കാണും, സംസാരിക്കും. പിന്നെ പാലക്കാട്, അവൻ്റെ വീട് പാലക്കാടാണ്. പാലക്കാടാണ് എൻ്റെ ഉപ്പാൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി പാലക്കാടാണ്, മൂത്ത താത്ത. അപ്പോൾ ഇടയ്ക്ക് പാലക്കാട് പോകുമ്പോൾ പിന്നെയും സൗഹൃദങ്ങൾ പുതുക്കും. പിന്നെ അന്നൊന്നും ഇങ്ങനെ വലിയ കോണ്ടാക്ട് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. അപ്പം അന്ന് ലൈക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യും എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയണമെങ്കിൽ. അല്ലെങ്കിൽ പാലക്കാട് പോയി കഴിഞ്ഞാൽ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പോവും, അവനെ കാണും, സംസാരിക്കും എന്നല്ലാണ്ട് വീട്ടിലൊക്കെ പോവായിരുന്നു. പിന്നെ അതേപോലെ ഇവൻ ആഷിയാണെങ്കിൽ ഇങ്ങോട്ട് വരും, കുറ്റിപ്പുറത്തേക്ക് വരും. പിന്നെ അന്നൊക്കെ ഈ ലൈക്ക് കുഞ്ഞൊരു ഫോണായിരുന്നു, ലൈക്ക് നോക്കിയുടെ കുഞ്ഞു സെറ്റായിരുന്നു. അപ്പോൾ അതിൽ സംസാരിക്കും അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ സ്റ്റാർട്ടായിട്ട് എത്ര വർഷമായി? ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി. പക്ഷെ ആ സമയത്ത് നമ്മളെ കയ്യിൽ ലൈക്ക് നമ്മൾ ഒരു സാധാരണ ഫാമിലിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അന്ന് ആ ഫോണേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കും. അതൊക്കെ ഭയങ്കര ഒരു ഓർമ്മയാണ്. ആഷിക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്തരത്ത് ഇനി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണ്ട, ഇല്ല, വീഡിയോസ് നിർത്താൻ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫിൽ ജീവിക്കാം? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആഷിക്ക് പേഴ്സണലി പണ്ട് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമില്ലായിരുന്നു. ലൈക്ക് അവന് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടം, അവന് പബ്ലിക്കലി വരാൻ ഭയങ്കര ഒരു ലൈക്ക് ഒരു ഷൈ ക്യാരക്ടറായിരുന്നു. ഞാനാണ് ആഷിനെ വീഡിയോസിന് നിർത്തിയത്. എൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്ന പറഞ്ഞിട്ട് ഞാനാണ് ഇതാ പറഞ്ഞത്. ഇപ്പം പിന്നെ ആഷി ഓൾറെഡി നല്ല വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അവൻ്റെ അക്കൗണ്ടിൽ അത്യാവശ്യം നല്ല വീഡിയോസ് ചെയ്യാറുണ്ട്. ഇപ്പം അവന് എന്നെക്കാട്ടും കൂടുതൽ ക്രൈസ് അവനാണ് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ. അവനിങ്ങനെ അവൻ എടുത്തു തരാറുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എടുത്തു തരാറുണ്ട്. പിന്നെ ഓൾറെഡി അവനിങ്ങനെ ലൈക്ക് നല്ല കുറച്ച് മാസ് ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നതാണ് അവന് കൂടുതൽ ഇഷ്ടം. എനിക്ക് കുറച്ച് നാടൻ ടൈപ്പ്, കുറച്ച് നാടൻ ടൈപ്പ് മാപ്പിള സോങ്സ്, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം റീൽസ് ചെയ്യാൻ. അതെ, ഈ ഫാമിലീസിനെയൊക്കെ നെഗറ്റീവായിട്ട് കമന്റ് ഒക്കെ ഇടുമ്പോൾ എന്തെങ്കിലും പറയാറുണ്ടോ? എനിക്ക് ഫാമിലീസിന് ലൈക്ക് ഉമ്മ ഉപ്പ, എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാ. അപ്പോൾ ഉപ്പ അവനൊക്കെ പറയുമ്പോൾ പേഴ്സണലി നല്ല വിഷമം തോന്നാറുണ്ട്. ഉമ്മയാണെങ്കിലും ഉപ്പാനാണെങ്കിലും ഒക്കെ പറയുമ്പോൾ അഫ്കോഴ്സ് നമുക്ക് വിഷമം തോന്നുമല്ലോ. അങ്ങനെ വിഷമം തോന്നാറൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ? ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ കമന്റ്സുകൾ വളരെ കുറവാണ്. ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്ര അങ്ങനെ നെഗറ്റീവ് ഇല്ല. കുറച്ചും കൂടെ ഒക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നു എനിക്ക്. ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പം അവരൊക്കെ എന്തോ പറഞ്ഞു? വേണ്ട, നീ അത് ചെയ്യണ്ട, നീ ബോയ് ആയിട്ട് തന്നെ ഇരിക്കുക? ഇല്ല, എന്നോട് പറഞ്ഞപ്പോൾ ചില ഫ്രണ്ട്സിൽ പറഞ്ഞത് നീ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യ്, നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യ്, നീ ആലോചിച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞത്. അല്ലാണ്ട് ആരും അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ തടയിടുന്ന ആരും ഉണ്ടായിട്ടില്ല. എല്ലാവരും പറഞ്ഞതും നീ നിൻ്റെ ഇഷ്ടം ചെയ്യുകയാണെങ്കിൽ പോലും കെയർഫുൾ ആയിട്ട് ഇരിക്കണം കേട്ടോ, അങ്ങനെയാണ്, സേഫ് ആയിരിക്കണം, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. സർജറി കഴിഞ്ഞിട്ടുണ്ടോ ശരിക്കും? എൻ്റെത് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. സർജറി ഒന്നും അങ്ങനെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല, ട്രീറ്റ്മെൻറ്റിലാണ്. ഇപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, ലേസർ ചെയ്യുന്നുണ്ട്, അങ്ങനത്തതൊക്കെ. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പൂർണ്ണമായിട്ടും ഇല്ല ചെയ്തിട്ടില്ല. അതെന്താ പഴയൊരു ലൈഫിലേക്ക് വീണ്ടും ബോയ് ആയിട്ട് പോകണം? ഇല്ല, അങ്ങനെയല്ല. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്ലാനിങ് ഇല്ല എനിക്ക്. കാരണം ഇപ്പോൾ പെട്ടെന്നൊരു സർജറി എടുത്ത് ചാടിയിട്ടൊരു സർജറി ചെയ്യണം എന്ന് തോന്നുന്നില്ല. ലൈക്ക് നമുക്ക് ഒന്നുകൂടെ അതിനെക്കുറിച്ച് പഠിച്ച്, കാരണം നമ്മളെ ലൈഫ് മുന്നോട്ട് കുറേ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈവൻ അതിനെക്കുറിച്ച് കുറച്ചും പഠിച്ച്, കാരണം സർജറി ചെയ്ത് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കുറേ ആൾക്കാരോട് പറയും, ചോദിക്കുമ്പോൾ കുറേ ആൾക്കാർ പറയും ഓക്കെ ചെയ്തോ, ചില ആൾക്കാർ പറയും അയ്യോ ചെയ്യേണ്ട, കുറേ ഡിപ്രഷൻ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നന്നായിട്ട് പഠിച്ചതിന് ശേഷം
ശേഷം അതിലേക്ക് തുനിഞ്ഞാൽ മതി എന്ന് തോന്നുന്നു. പേടിയുണ്ടോ അപ്പം സർജറി ചെയ്യാനായിട്ട്? തീർച്ചയായിട്ടും പേടിയുണ്ട്. കാരണം എനിക്കിപ്പോൾ ഓൾറെഡി ലൈസർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും ആ ഒരു പെയിൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പോൾ ലേസർ ആണെങ്കിലും നമുക്ക് ഹോർമോൺ എടുക്കുമ്പോൾ നമുക്ക് ബ്രസ്റ്റിൽ വരുന്ന പെയിനൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി നമുക്കത് അത്രത്തോളം അത് പെയിൻഫുൾ ആണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടി, എനിക്ക് വേദന, അത് ഒരുപാട് വേദന എടുക്കുന്നത് എനിക്ക് ഭയങ്കര. ആശി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സർജറി ചെയ്യണം? ഇല്ല, ഒരിക്കലും ആശി പറഞ്ഞിട്ടില്ല. ആശി ഒരിക്കലും എന്നോട് സർജറി ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ആശിക്ക് എങ്ങനെയായാലും ഞാൻ ലൈക്ക് ആശി കാണുന്ന വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ സർജറി ചെയ്ത് പൂർണ്ണമായ ഒരു പെണ്ണായ മാത്രമാണ് അവൻ്റെ ലൈഫിലേക്ക് അവൻ എടുക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ആശി ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് എൻ്റെ. അതേപോലെ ലൈഫിൽ എവിടെന്നെങ്കിലും ഇതേപോലെ ഫ്രണ്ടിൽ നിന്ന് എന്തെങ്കിലും ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്യൂസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഫ്രണ്ട്സിനായിട്ട് അങ്ങനെ മിസ്യൂസ് ഒന്നുമില്ല. എനിക്ക് നല്ല സൗഹൃദങ്ങൾ പോകുമ്പോൾ എപ്പോഴും ഭയങ്കര വിഷമമാണ്. നല്ല സൗഹൃദങ്ങൾ ഒരിക്കലും പോകരുത് എന്നുള്ള പ്രാർത്ഥന. ചതിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് അങ്ങനെ വിശ്വസിച്ച് കൂടെ നിർത്തിയായിരുന്നു. അതെ. പിന്നെ എനിക്ക് നല്ല സൗഹൃദങ്ങൾ എന്നെ വിട്ട് പോയിട്ടുണ്ട്. എന്താന്ന് റീസൺ ഒന്നും എനിക്കറിയില്ല. നല്ല സൗഹൃദങ്ങൾ എന്നെ വിട്ട് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് തിരിച്ച് വരുമായിരിക്കും. അത് അപ്പോൾ അവരൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇനി അവരെന്നിൽ നിന്ന് പോയത്? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത് ലൈക്ക് എന്താണ് അവർ എന്നിൽ നിന്ന് അവർക്ക് കിട്ടിയൊരു ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് അവരെന്നെ വിട്ടു പോയതെന്ന് ചിന്തിക്കാറുണ്ട് ഞാൻ. എൻ്റെ അടുത്ത് നിന്ന് വല്ല തെറ്റും പറ്റിയിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നല്ല ബിഹേവിയറിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈവൻ എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് എന്നെ വിട്ട് പോയിട്ടുണ്ട്. ആ ഫ്രണ്ട്സ് പോയത് ലൈക്ക് എൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മനസ്സിലാക്കിയിട്ട് ലൈക്ക് ആ ഫ്രണ്ട് തിരിച്ചു വരും എന്നൊരു വിശ്വാസം എനിക്ക്. അതെ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇനി നിങ്ങൾ ലീഗലി തന്നെ മാരേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ ലിവിങ് ടുഗദറാണ്. മാരേജിനെ കുറിച്ച് പ്ലാനിങ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പം അടുത്തൊന്നുമില്ല. കുറച്ചുകൂടെ നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് നല്ലൊരു ഗ്രാൻഡായിട്ട് നടത്തണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും അനുഗ്രഹം കൊണ്ട് നടത്തുന്നത്. വീട്ടുകാരൊക്കെ ആയിട്ട് ഇപ്പോഴും ഞാൻ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും കാര്യം വീട്ടിൽ പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? അറിയാമല്ലോ എല്ലാവർക്കും. ഓൾറെഡി വീഡിയോ ചെയ്യുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഞങ്ങൾ പറഞ്ഞതിന് മുമ്പേ ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആണെന്നുള്ളത്. കാരണം ഓൾറെഡി ആ വീഡിയോസൊക്കെ വന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഓൾറെഡി. ഞങ്ങൾ പറയേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പുള്ളിയുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു പറഞ്ഞപ്പോൾ? പുള്ളിയുടെ വീട്ടിൽ രണ്ടാളെ വീട്ടിലും എപ്പോഴും എല്ലാവരും സപ്പോർട്ടൊന്നുമല്ല. എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളും രണ്ടാളെ വീട്ടിലും ഉണ്ട്. പിന്നെ എല്ലാം റെഡിയാവും എന്നൊരു വിശ്വാസം. ഫാമിലീസിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ അകത്തി നിർത്തിയിട്ടുണ്ടോ? എനിക്ക് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിലൊക്കെ നമ്മളാരും കൂട്ടത്തിൽ കൂടാതെ ഇരിക്കുക, നമ്മളെ മാറ്റി നിർത്തുക, നമ്മളെ കല്യാണത്തിനൊക്കെ വിളിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ കുറച്ചുകൂടെ അങ്ങനെ മാറ്റി നിർത്തിയവരൊക്കെ ഇപ്പം ഈ ഒരു നിലയിൽ ബിസിനസ്സാണ്, എല്ലാ കാര്യങ്ങളും വെൽ സെറ്റിൽഡ് ആണ്. അങ്ങനെ എപ്പോഴെങ്കിലും അടുപ്പം കൂടാനായിട്ട് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആണല്ലേ? അവരെല്ലാം കൂടെ നിർത്തിയിട്ട് തന്നെ ഉണ്ടോ? അതോ എനിക്ക് അങ്ങനെ പ്രശ്നം, ഞാൻ അങ്ങനെ പെട്ടെന്ന് എല്ലാവരോടും പെട്ടെന്ന് ഞാൻ എനിക്ക് അങ്ങനെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും എനിക്കത് അവരോട് പെട്ടെന്ന് അങ്ങ് മാറും. എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. എനിക്കത് മനസ്സിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമില്ല, അതിന് ആവശ്യമില്ലാന്ന് തോന്നി. പിന്നെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തരുതല്ലോ. പക്ഷെ അവർ മനസ്സിലാക്കി വരുന്നത് ഇത്രയും ഹൈറ്റ്സിൽ എത്തിയത് കൊണ്ടായിരിക്കും പൈസ കിട്ടുക. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എല്ലാവരും അങ്ങനത്തെ, ചിലപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ കുറിച്ചിട്ട്. പക്ഷെ പലവരും അങ്ങനെയല്ലാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഉമ്മയെ വിളിച്ചാൽ ഉമ്മ ഫോൺ എടുക്കുമോ? ഉമ്മ അതേപോലെ ഒരു കല്യാണത്തിന് പോയിരിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഇന്റർവ്യൂ വരുന്ന സമയത്ത് എന്നോട് ഓൾറെഡി പറഞ്ഞല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ ഓൾറെഡി ചോദിച്ചതാണ്. അപ്പോൾ ഉമ്മ ഞാൻ വിളിച്ച വാട്സാപ്പ് മെസ്സേജ് പോലും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു. ഇപ്പൊ ആശിനെ പിടിച്ചു വെച്ചേക്കുവാന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? നമുക്ക് ഒരാളെയും ഒരിക്കലും പിടിച്ചു വെക്കാൻ പറ്റില്ല. സ്നേഹം എന്ന് പറയുമ്പോൾ അത് രണ്ടുപേർക്കും ഈക്വലി സ്നേഹമായിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിടിച്ചു വെക്കുവാണെങ്കിൽ ഇപ്പം കൂടിപ്പോയി ഒരു മാസം അല്ലെങ്കിൽ അതെ, തീർച്ചയായിട്ടും. കാരണം പിടിച്ചു വെക്കുന്ന ആൾക്കാർ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോസിലോ എൻ്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വന്നിരിക്കില്ല ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. പലപ്പോഴും പലരും പറയാറുണ്ട് ആശിനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ആശിക്ക് ബെറ്റർ ലൈഫ് ഉണ്ട്. ആശിക്ക് ഞാൻ എന്താണെന്ന് ആശിക്ക് നന്നായിട്ട് അറിയാം.
ആഷിനെ ഞാൻ പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആഷി എത്രത്തോളം ഞാൻ ആഷിൽ നിൽക്കുന്നുണ്ടെന്നും ആഷി എന്നിൽ നിൽക്കുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം. പിന്നെ പറയുന്നവർ പറയട്ടെ എന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങൾ അങ്ങനെ കുറെ പേര് തന്നെ പറയൂല ആഷി ജാസി ഇട്ടിട്ട് പോകും എന്ന് ഒക്കെ പറയുമ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ ഇട്ടിട്ട് പോവാണെങ്കിൽ എന്നോ പോകണം ആഷി. കാരണം ഇതിനു മുമ്പ് കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ എന്നിട്ടും സ്റ്റിൽ ഞങ്ങൾ ഒന്ന് അകന്ന് വീണ്ടും ഞങ്ങൾ ജോയിൻ ആയ വ്യക്തികൾ. അപ്പം ഞങ്ങളെ സ്നേഹം അത്രത്തോളം ഉണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും എന്നിട്ട് ലാസ്റ്റ് പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ആ ഒരു ഇഷ്ടം പറഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒരുമിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പുതിയ പ്രോജക്റ്റിലേക്ക് കിടക്കുന്നുണ്ടോ? പുതിയ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് സിനിമേനെക്കാട്ടും കൂടുതൽ വരുന്നത് സീരിയൽസ് എന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സീരിയലാണ്ട് സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ട് സീരിയലിലേക്ക് പോകാന്നുള്ള പ്ലാനാണ്. അപ്പം സ്കിന്നിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഇത്ര ബ്രൈറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്? ഞാൻ പൊതുവെ നന്നായിട്ട് വെള്ളം കുടിക്കും, ഉറക്കം നന്നായിട്ട് ഉറങ്ങും. പിന്നെ ഈവൻ നമ്മൾ വീട്ടിലുള്ള ഹോം റെമഡീസ് തന്നെ ലൈക്ക് ഉലുവയും പാലൊക്കെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യും ഫേസിൽ. പിന്നെ ഇടയ്ക്ക് പാലുകൊണ്ട് ക്ലൻസിങ് ചെയ്യും ഫേസ്, അങ്ങനെയൊക്കെ. അല്ലാണ്ട് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ വളരെ കുറവാണ്. ചെയ്യാറുണ്ട്, ലൈക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ പോയി ചെയ്യുന്നല്ലാണ്ട് പൊതുവേ അതിനോട് വലിയ താല്പര്യമില്ല. മേക്കപ്പ് ഒക്കെ സ്വന്തമായിട്ടാണോ ചെയ്യുന്നത്? ഇല്ല മേക്കപ്പ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ എല്ലാ വീഡിയോസിലും മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തത് സ്വന്തമായിട്ട്. എനിക്കങ്ങനെ ഇതുവരെ അങ്ങനെ പുറത്ത് പോയിട്ട് മേക്കപ്പ് ചെയ്തതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ തന്നെ ലൈക്ക് ഞാൻ കുറേയൊക്കെ കണ്ട് പഠിക്കുമായിരുന്നു. പണ്ട് മുതൽ ചെറുപ്പത്തിൽ മുതലേ എനിക്ക് ഇഷ്ടമാണ് മേക്കപ്പൊക്കെ. അപ്പോൾ അങ്ങനെ കണ്ട് പഠിക്കുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ തന്നെ എൻ്റെ പരീക്ഷണ വസ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്ത് ഇമ്പ്രൂവ് ആയതാണ്. ഈ കുഞ്ഞിലെ ഈ വീട്ടിലൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അന്നോട്ടേ നമ്മുടെ മനസ്സിലൊരു പെണ്ണാന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ വീട്ടുകാരെങ്ങനെയായിരുന്നു? അതോ വീട്ടുകാർ കാണാതെ റൂമിൽ ചെന്ന് ഒളിച്ചിരുന്നൊക്കെയായിരുന്നു? വീട്ടുകാർ കാണാണ്ട് തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്യാറ്. പിന്നെ അന്നും മുതലേ മേക്കപ്പിനോടും അതേപോലെ പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അതൊക്കെ തന്നെയായിരുന്നു ഇഷ്ടം. അപ്പോൾ വീട്ടിൽ ഉമ്മ കാണാണ്ടൊക്കെ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യും. ഇത്തത്തന്മാരുടെ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് യൂസ് ചെയ്യും, കൺമഷി എഴുതും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഉമ്മയും വാപ്പയും എപ്പോഴും കണ്ടപ്പോൾ വഴക്കമല്ല കണ്ട സമയത്ത് ലൈക്ക് വഴക്കല്ല, ലൈക്ക് നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താ നീ അങ്ങനെ ചെയ്യുന്നത് ഒക്കെ അങ്ങനെ പിന്നെ ചെറിയ പ്രായമല്ലേ, അപ്പോൾ പിന്നെ അവരങ്ങനെ വലിയ സീരിയസ് ആക്കി എടുക്കില്ലല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ലാണ്ട് വലിയ അടി അല്ലെങ്കിൽ വഴക്ക് എന്ന് പറയാനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ആണല്ലേ? ഇപ്പം ഇത്ത പറഞ്ഞില്ലേ, ഇത്താടെ ഒരു വീഡിയോ എടുത്ത് ഒരാൾ എപ്പോഴും റിയാക്ഷൻ ചെയ്യുന്നു, അയാളെ നേരെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഞാൻ ഫസ്റ്റ് ഓഫ് അയാളോട് ചോദിക്കുക എന്താണ് പ്രശ്നം, എന്താണ് എനിക്കുള്ള പ്രശ്നം. മറ്റേ സിനിമയിൽ പറഞ്ഞ ഇവിടെ വന്നേ നീ, ഇവിടെ നിന്നേ നീ ചോദിക്കട്ടെ അങ്ങനെ പറഞ്ഞ പോലെ ലൈക്ക് ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം. നിങ്ങൾ ലൈക്കിനാണെങ്കിൽ എന്നെ കുറച്ച് എന്നെ വെച്ച് നിങ്ങൾ ലൈക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ ട്രോള് നല്ല ചിരിക്കാൻ പറ്റുന്ന ട്രോള് രീതിയിൽ ഉണ്ടാക്കും. എന്തിനാണെങ്കിൽ അബ്യൂസ്മെന്റ് ഒക്കെ ആയിട്ട് പറഞ്ഞ് എൻ്റെ ജെൻഡർ ഐഡന്റിറ്റി അത് ഇതൊക്കെ പറഞ്ഞെങ്കിൽ ട്രോള് എന്താണെന്ന് ഞാൻ ചോദിക്കും. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നം. നോർമലായിട്ട് ട്രോളൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ എങ്ങനെയാ? ചില ട്രോളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. ലൈക്ക് പക്ഷേ ഇത്തായി കൂടുതലും ഫേമസ് ആക്കിയിരിക്കുന്ന ട്രോളാണ്. അതെ പറഞ്ഞു, ചില ട്രോളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മളെ അത് ചില ട്രോളുകൾ നമ്മളെ ചിന്തിപ്പിക്കും, ചില നമ്മളെ ഒരുപാട് ചിരിപ്പിക്കും, ചിലതാണ് നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഇരിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിഷമമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ട്രോളൊക്കെ എടുത്ത് കാണുമ്പോൾ അല്ല ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കും ജാസി ട്രോൾസ് എന്ന്. അപ്പോൾ കുറേയൊക്കെ ട്രോൾസ് വരുമല്ലോ, ലൈക്ക് ഈ ജഗതിന്റെ സിനിമയിലെ സീനുകളും കൽപ്പന ചെയ്ത സിനിമയിലെ സീനുകളൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, ഫിലിമിലത്തെ സീൻ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കണ്ട് ചിരിക്കാറുണ്ട്. ആണല്ലേ? അതൊക്കെ ഇഷ്ടമാണ്. ആഷി എൻജോയ് ചെയ്യാറുണ്ട്. ആഷിക്ക് ഞാൻ ചില നല്ല ട്രോളൊക്കെ വരുമ്പോൾ ആഷിക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. ഇവൻ ആഷിനും എന്നെ വെച്ച് കുറെ ട്രോളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല രസമുള്ള ട്രോളൊക്കെ ആഷിക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും, ആഷിനെ വിളിച്ച് കാണിപ്പിച്ചു കൊടുക്കും. അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ കളിയാക്കുമ്പോഴും നമ്മൾ ജെൻഡറിനെ കുറിച്ച് ഇങ്ങനെ കുത്തി പറയുമ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷമവും വേദനയൊക്കെ വരാറ്. ജെൻഡറിനെ പറ്റി പറയുമ്പോഴത്തേനും കുറച്ചുകൂടി അതെ നമ്മുടെ അതെ കുറെ നമ്മൾ ചാന്തുപൊട്ട്, കുണ്ടൻ, 9 കോൽക്കളിയാണോ, നിങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ, അതൊക്കെ പറയുമ്പോൾ വിഷമം തോന്നാറുണ്ട്. സ്കൂൾ ടൈമിൽ ഇങ്ങനത്തെ വിളികളൊക്കെ എപ്പോഴെങ്കിലും കേൾക്കുന്നത്? സ്കൂൾ ടൈമിലും ഞാൻ ഒരുപാട് ഇതേപോലെ മാറ്റി നിർത്തലും കളിയാക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ മാറ്റി നിർത്തിയ കുട്ടികളൊക്കെ വിളിച്ചിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ്, നീ വരണം, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് നീ ഒരു വിഷസ് വീഡിയോസ് പറയണം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ഒരു ഫുട്ബോൾ കളിയുടെ ഒരു ഇത് നീ ആശംസ വീഡിയോ പറയണം, അല്ലെങ്കിൽ പഞ്ചായത്ത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയിക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്.
അപ്പൊ ഇതേപോലെ തന്നെ ഇത്തയെ പോലെ തന്നെ റിയാക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ചേച്ചിയായിരുന്നു നാഗ ചേച്ചി. അറിയില്ല, നിന്നെ കണ്ട ഞാൻ തുപ്പും. മറ്റേത് ഞാൻ പേഴ്സണലി എനിക്ക് നാഗേച്ചിയുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഇതിൽ പറയുമ്പോൾ മാത്രമേ ചേച്ചി അങ്ങോട്ട് വിമർശിക്കാറുണ്ട്, അല്ലാണ്ട് അതെ അതെ. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാഗേച്ചി കുറച്ച് ഒരുപാട് ഫാൻസോളായി. ഈവൻ നാഗേച്ചിയുടെ വീഡിയോസ് എടുത്ത് സെർച്ച് ചെയ്ത് പോയി കാണുന്ന ആൾക്കാരുണ്ട്, എഡിറ്റ് ചെയ്ത് ട്രോളാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ വീഡിയോസ്. കുറേയൊക്കെ ഞാൻ ചിന്തിക്കും നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച്, ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എവിടേക്കോ എന്തൊക്കെ സത്യമാണെന്നുള്ളത് ചിന്തിച്ച് പോവാറുണ്ട്. ഇല്ല, മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. പേഴ്സണലി എനിക്ക് കാണാൻ ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ. അതേപോലെ ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെയാ? ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേരൊന്നുമില്ല. എനിക്ക് നല്ല ക്രിയേറ്റീവ് കണ്ടന്റ് എടുക്കുന്ന എല്ലാ ആൾക്കാരെയും ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പോൾ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസ്, ലൈക്ക് ഒരു മൂവി പോലെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് കൊടുത്തിട്ടുള്ള വീഡിയോസ്, അങ്ങനത്തെ ചെയ്യുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരക്കിൻ്റെ ഇടയിൽ എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്റ്റോപ്പ് ആക്കി വെച്ചു. അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ഇൻകം വരാറായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതിൽ റീച്ച് ഉണ്ടായിരുന്നു വീഡിയോസൊക്കെ. പിന്നെ അത് എഡിറ്റിങ്ങും മറ്റതൊക്കെ ആയിട്ട് ജോലിയും അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വീഡിയോസും ടിക്ടോക്ക് വീഡിയോസും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ യൂട്യൂബ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ ആൾക്കാരിലേക്ക് അറിയുമായിരുന്നു. ലൈഫൊക്കെ ഒരു ദിവസം എങ്ങനെ പോകുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. ഇനി എപ്പോഴേലൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, വീണ്ടും റീ ഓപ്പൺ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആണല്ലേ? അതിലന്ന് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു? അതിൽ എനിക്ക് 12K സംതിങ് ഉണ്ടായിരുന്നു. ആയിരുന്നല്ലേ? പക്ഷെ ഒന്നുകൂടെ നാഞ്ഞു പിടിച്ചാൽ മതിയായിരുന്നു. ഇനി ചെയ്യണം ഇൻഷാല്ലാ. പക്ഷെ അത് ഭയങ്കര പാടാണ് എഡിറ്റ് ചെയ്യാനും. പിന്നെ അതിൽ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കുറേയൊക്കെ ലൈക്ക് എന്താ പറയുക, ചില വോയിസ് അതിൽ കയറില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ടൈം ഇരിക്കണം. അതിനായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഫൈൻ, ഓക്കെയാണ്. നമ്മൾ ഈ ടിക്ടോക്കും അതിൻ്റെ ഇൻസ്റ്റാഗ്രാമും ജോലി പിന്നെ ബിസിനസ് എല്ലാം കൂടി ഒത്തുപോകാൻ ഭയങ്കര പാടായതുകൊണ്ട് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആശി എപ്പോഴെങ്കിലും കുക്ക് ചെയ്ത് തന്നിട്ടുണ്ടോ? ആശിക്ക് കുക്കിംഗ് അറിയില്ല, ഞാൻ ആശിക്ക് കുക്ക് ചെയ്ത് കൊടുക്കും നല്ല ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ. ആശി അടുക്കളയിൽ വന്ന് സഹായിക്കാറൊക്കെ ഉണ്ടാവും. ചില ഹെൽപ്പൊക്കെ ചെയ്യും, ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യും. അത് ഒന്ന് ക്ലീൻ ചെയ്താ അല്ലെങ്കിൽ ഇത് ചെയ്താ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്തു തരും. അല്ലാണ്ട് കുക്കിംഗ് ആശിക്ക് ഒട്ടും അറിയത്തില്ല, ഞാൻ തന്നെ കുക്ക് ചെയ്യും. പിന്നെ ആശി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റില്ലാത്തല്ലോ, സാധനം വേസ്റ്റ് ആവുന്നതും ഞാൻ തന്നെ കുക്ക് ചെയ്യും. അങ്ങനെ കുക്കിംഗ് എനിക്ക് പക്ഷെ വയ്യാണ്ട് കിടന്നാലൊക്കെ ചായ ഒക്കെ ഉണ്ടായിട്ടാന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യും. കുക്കിംഗ് അറിയാത്തോണ്ടാണ്, പരീക്ഷിക്കാൻ അറിയാത്തോണ്ടാണ് ആൾ ചെയ്യാത്തത്. അല്ലെങ്കിലൊക്കെ ചെയ്തു. ആശിയുടെ ഇഷ്ടങ്ങളെല്ലാം എല്ലാം ഒരേ വൈബ് തന്നെ. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേപോലെ ചിന്തിക്കുന്നത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്താണ് ഏതാണെന്നുള്ളത്.